നമസ്കാരം. ബംഗ്ലാദേശിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ നടന്ന അട്ടിമറിയും മണിപ്പൂരിൽ ഇപ്പോഴും തുടരുന്ന കലാപവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? പ്രത്യക്ഷത്തിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഈ രണ്ട് പ്രശ്നങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ച ശക്തി ഒരേ ശക്തിയാണ് എന്നറിയുമ്പോൾ ഒരുപക്ഷെ നമ്മളിൽ പലർക്കും അമ്പരപ്പുണ്ടാകും. കഴിഞ്ഞ ദിവസമാണ് ഞാൻ ശ്രീ രഞ്ജിത്ത് കാർത്തികേയനുമായി ഒരു കൂടിക്കാഴ്ച, ഒരു ഇൻ്റർവ്യൂ ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് അത് തത്വമയിൽ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റ് ആയിരുന്നു വിഷയം. അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിനെ തകർക്കുമെന്ന് ഉറച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം അതിനായി ഒരു 11 ഇന കർമ്മ പരിപാടി അദ്ദേഹം നിശ്ചയിച്ചിട്ടുമുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളും അത് ഭാരതത്തിൽ ഇതിന് സമാനമായ സാഹചര്യം എങ്ങനെയൊക്കെ ഉരുത്തിരിയുന്നു എന്നുള്ളതുമായിരുന്നു ആ ചർച്ചയുടെ വിഷയം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മണിപ്പൂരിലെ കലാപവും അതേപോലെ ഷെയ്ഖ് ഹസീനയുടെ പുറത്താക്കലും ഇതിൻ്റെ രണ്ടിൻ്റെയും പിന്നിൽ പ്രവർത്തിച്ചതും ഇതേ അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റ് ആണ്. ആ അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിന് ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഒരു വലിയ ഗൂഢപദ്ധതിയുടെ മാർഗം തെളിക്കലാണ് ഈ പറയുന്ന രണ്ട് സംഭവങ്ങളും. ഈ പറഞ്ഞതിൽ യാതൊരു സംശയവുമില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ ഒരു കാരണം കൂടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ അവസാനം നിങ്ങളുടെ മുമ്പിൽ വെക്കാം. ഇനി ആദ്യം ഷെയ്ഖ് ഹസീനയുടെ കാര്യമെടുക്കുക. ഷെയ്ഖ് ഹസീന കഴിഞ്ഞ ജനുവരിയിലാണ് ബംഗ്ലാദേശിൽ ഇലക്ഷൻ നടന്നത്. ആ ഇലക്ഷന് മുമ്പ് തന്നെ അമേരിക്കൻ ഭരണകൂടത്തിലെ ചിലർ, അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ തന്നെ ആൾക്കാരെന്ന് നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാവുന്ന ചില ആൾക്കാർ ഷെയ്ഖ് ഹസീനയെ കണ്ടിരുന്നു. അവരെ കാണുകയും അവർക്ക് ചില വാഗ്ദാനങ്ങൾ കൊടുക്കുകയും ചില ആവശ്യങ്ങൾ അവരുടെ മുമ്പിൽ വെക്കുകയും ചെയ്തു. ആ ആവശ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ബംഗ്ലാദേശിൻ്റെ സെൻറ്റ് മാർട്ടിൻസ് ഐലൻഡ്, ആ ദ്വീപിൽ അമേരിക്കൻ ഒരു എയർഫോഴ്സ് ബേസിന് ബംഗ്ലാദേശ് ഭരണകൂടം അനുമതി കൊടുക്കണം എന്നുള്ളത്. ഷെയ്ഖ് ഹസീന അത് പൂർണ്ണമായി നിരാകരിച്ചു. കാരണം മറ്റെന്തൊക്കെ കുറ്റവും കുറവും ഉണ്ട് എന്ന് പറഞ്ഞാലും ഷെയ്ഖ് ഹസീന ഒരു രാജ്യസ്നേഹിയാണ്. അവർക്ക് ബംഗ്ലാദേശ് അവരുടെ ജീവനാണ്. ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ അവർ യാതൊരു വിട്ടുവീഴ്ചയില്ല. രാഷ്ട്രത്തിൻ്റെ താല്പര്യങ്ങളാണ് അവരെപ്പോഴും മുമ്പിൽ വെക്കുന്നത്. അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളും തീർച്ചയായിട്ടും അതോടൊപ്പം ഉണ്ട് എങ്കിൽ പോലും. എന്തായാലും ഷെയ്ഖ് ഹസീന അമേരിക്കയുടെ ഈ ആവശ്യം നിരാകരിക്കുകയാണ് ചെയ്തത്. പക്ഷേ അവരോട് വീണ്ടും അമേരിക്കൻ ഭരണകൂടത്തിൽപ്പെട്ട ചില ആൾക്കാർ തന്നെ അപ്രോച്ച് ചെയ്തു. നിങ്ങൾക്ക് ജനുവരിയിൽ നടക്കുന്ന ഇലക്ഷനിൽ നിങ്ങളെ ഞങ്ങൾ തോൽപ്പിക്കും, നിങ്ങളെ ഞങ്ങൾ പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്ന് മാത്രമല്ല, സെയിൻറ്റ് മാർട്ടിൻസ് ഐലൻഡ് കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള ചില ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ നിങ്ങളുടെ ഈ ഇലക്ഷൻ പ്രോസസ്സ്, ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വളരെ സ്മൂത്തായിട്ട് ജയിച്ചു കയറാനുള്ള ഉറപ്പ് ഞങ്ങൾ തരുന്നുവെന്നും വാഗ്ദാനം വെച്ചു. ഇതാണ് ഷെയ്ഖ് ഹസീന വീണ്ടും റിജക്റ്റ് ചെയ്തത്. പക്ഷേ ഷെയ്ഖ് ഹസീനയ്ക്ക് അവർക്ക് വലിയ പിന്തുണയുണ്ട്. ഇപ്പോൾ അവരവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടി, അതൊന്നും കണക്കാക്കേണ്ടതില്ല. ബംഗ്ലാദേശിൽ പാതി ജനങ്ങളെങ്കിലും ഇപ്പോഴും ഷെയ്ഖ് ഹസീനയോടൊപ്പമാണ്. അവർ ഒരുമിച്ച് കൂടിയില്ല, അവർ ഒരുമിച്ച് തെരുവിലിറങ്ങിയില്ല എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് ഇനി വരുന്ന നാളുകളിലൊന്നിൽ ഷെയ്ഖ് ഹസീനയുടെ തിരിച്ചുവരവ് ഒരുപക്ഷെ നമ്മൾ കണ്ടേക്കാമെന്ന് പലരും വിശ്വസിക്കുന്നത് ഹസീനയ്ക്ക് ഇപ്പോഴും അവിടെയുള്ള വലിയ ജനപിന്തുണ കാരണമാണ്. എന്തായാലും ആ ജനപിന്തുണയുടെ ബലത്തിൽ ഷെയ്ഖ് ഹസീന ഈ ഭീഷണികളൊന്നും വകവെച്ചില്ലെങ്കിലും ജനുവരിയിൽ തിരിച്ചു കയറി. പക്ഷേ അതുകൊണ്ട് ഡീപ്പ് സ്റ്റേറ്റ് വെറുതെ ഇരുന്നില്ല. അവരവരുടെ ജോലി, അവരുടെ ശ്രമം തുടർന്നു. അവരുടെ ഏറ്റവും വലിയ അസറ്റായ ഈ പ്രദേശത്ത്, അതായത് നമ്മളുടെ ഈ ഭാരതം ഉൾപ്പെടുന്ന സൗത്ത് ഏഷ്യൻ പ്രദേശത്ത് അവരുടെ ഏറ്റവും വലിയ അസറ്റായ മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന വ്യക്തിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിദ്യാർത്ഥികളെ ഇളക്കിവിട്ട് രാജ്യത്ത് വലിയ കലാപം ഉണ്ടാക്കി അവസാനം ഭരണമാറ്റത്തിൽ കൊണ്ടെത്തിക്കാൻ അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിന് സാധിച്ചു എന്നുള്ളത് ചരിത്രമാണ്. മുഹമ്മദ് യൂനസ് അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ആളാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ, ലോകത്തിലെ ഒരു ഇൻ്റലിജൻസ് ഏജൻസിക്കും സംശയമില്ലാത്ത കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഏറ്റവും വലിയ മുഖങ്ങൾ എന്ന് പറയുന്നത് ക്ലിൻ്റൺ കുടുംബമാണ്. ഹിലാരി ക്ലിൻ്റനും അവരുടെ ഭർത്താവ് പ്രസിഡന്റ് ക്ലിൻ്റനുമാണ് അവരുടെ ഏറ്റവും വലിയ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന രണ്ട് ആൾക്കാർ. അവരുടെ ക്ലിൻ്റൺ ഫൗണ്ടേഷന് അങ്ങോട്ട് സംഭാവന കൊടുത്ത ആളാണ്
മുഹമ്മദ് യൂനസ്. ഈ മുഹമ്മദ് യൂനസിനെ വളരെ കൃത്യമായി തന്നെ പ്രസിഡന്റ് ട്രംപ് ഇനിയുള്ള നാളുകളിൽ ടാർഗറ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. കാരണം ട്രംപിനെ അതുപോലെ എതിർത്തിട്ടുണ്ട് മുഹമ്മദ് യൂനസ് മുൻകാലങ്ങളിൽ. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഡീപ് സ്റ്റേറ്റിൻ്റെ ബംഗ്ലാദേശിലെ ദൗത്യം അങ്ങനെ വിജയിച്ചിരിക്കുകയാണ്. ഇനി മണിപ്പൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ, മണിപ്പൂര് കലാപം എന്ന് പറയുന്നത് വലിയ തോതിൽ ന്യൂനപക്ഷ പീഡനമാണ് എന്നാണ് മലയാളത്തിലെ ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ അവിടെ കൊന്നൊടുക്കുകയാണ് എന്നൊക്കെയാണ് അവർ പറയാൻ ശ്രമിക്കുന്നത്. മറുവശത്ത് ഇതങ്ങനെയല്ല എന്ന് പറയാൻ ശ്രമിക്കുന്നവർ പോലും പറയുന്നത് അത് ഒരു വംശീയ കലാപമാണ്. കുക്കികളും മെയ്ത്തികളും തമ്മിലുള്ള വംശീയ കലാപമാണ്. കുക്കികൾ ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ടവരും മെയ്ത്തികൾ വൈഷ്ണവ സമൂഹത്തിൽ ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവരുമാണ് എന്നുള്ളത് യാദൃശ്ചികം മാത്രമാണ്. രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ, രണ്ട് വംശങ്ങൾ തമ്മിലുള്ള വംശീയ സംഘടനമാണ് അവിടെ നടക്കുന്നതെന്ന് മറുവശത്ത് പറയാൻ ശ്രമിക്കുന്നു. പക്ഷേ കാര്യങ്ങൾ ഇതിനൊക്കെ അപ്പുറമാണ്. യഥാർത്ഥത്തിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ അടുത്ത കളി ഇതുതന്നെയാണ്. അതിനൊരു കാരണം വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം. നേരത്തെ പറഞ്ഞ ഷെയ്ഖ് ഹസീനയുടെ കാര്യം തന്നെയാണ്. ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്ന് പുറത്തായ ഉടനെ അവർ നടത്തിയ ഒരു പ്രസ്താവനയിൽ ഈ വിഷയം വളരെ കൃത്യമായി അവർ പറഞ്ഞിരുന്നു. അമേരിക്കയിലെ ചില ശക്തികൾക്ക് ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളും മ്യാൻമാറും അതേപോലെ ബംഗ്ലാദേശിലെ ചില പ്രദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്രിസ്ത്യൻ രാജ്യം കൊണ്ടുവരാൻ വലിയൊരു ഗൂഢാലോചന നടക്കുന്നു, വലിയൊരു ഗൂഢശ്രമം നടക്കുന്നുവെന്ന് ഷെയ്ഖ് ഹസീന അന്ന് തന്നെ പറഞ്ഞു. ഈസ്റ്റ് ടിമോർ പോലെ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമാണ് വടക്ക് കിഴക്കൻ ഭാഗത്ത് ഇവർ വിഭാവനം ചെയ്യുന്നത്. കുക്കി, ചിൻ ജനവിഭാഗങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് അവർക്കൊരു പൊതു ചരിത്രമുണ്ട് എന്ന ബോധ്യം അവരിൽ വരുത്തിക്കൊണ്ട് ഒരു രാഷ്ട്രം. അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ക്രിസ്ത്യൻ വിശ്വാസമാണ്. ഇവരെല്ലാം ബാപ്റ്റിസ്റ്റുകളാണ്, ഇവരെല്ലാം പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുമാണ്. ഇപ്പോൾ തന്നെ മ്യാൻമാറിലും ബംഗ്ലാദേശിലും ഇവർ വലിയ തലവേദന ഉണ്ടാക്കുന്നുണ്ട്. ചിൻ നാഷണൽ ആർമി, ചിൻ നാഷണൽ ഡിഫൻസ് ഫോഴ്സ്, ചിൻലാൻഡ് ഡിഫൻസ് ഫോഴ്സ് എന്നൊക്കെയുള്ള പേരിൽ മ്യാൻമാറിൽ വലിയ തോതിൽ വിഘടനവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കുക്കി നാഷണൽ ഫ്രണ്ടും കുക്കി ലിബറേഷൻ ആർമിയും മണിപ്പൂരിൽ മാത്രമല്ല ചിറ്റഗോങ് മേഖലകളിലും ബന്ദർബാൻ മേഖലകളിൽ, അതായത് ബംഗ്ലാദേശിലെ ബന്ദർബാൻ ജില്ലയിലുമൊക്കെ അവരും വലിയ തോതിൽ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇത്തരം വിഘടനവാദി ഗ്രൂപ്പുകളെയെല്ലാം ഒരുമിച്ച് കൊണ്ടുവരിക, ഇത്തരം പൊതു ചരിത്രമുണ്ടാക്കി ജനവിഭാഗങ്ങളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് കൊണ്ടുവരിക, അങ്ങനെ ഒരു മതരാഷ്ട്രം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഈ അമേരിക്കൻ ഗൂഢശക്തികളുടെ പ്രധാന പദ്ധതി. അന്ന് പക്ഷേ അതൊരു കാര്യമായ ചർച്ചയായില്ല. പക്ഷേ ഇപ്പോൾ ഈ നടക്കുന്ന കലാപങ്ങൾ കാണുമ്പോൾ, ആ കലാപങ്ങൾ ചില മാധ്യമങ്ങൾ, വാഷിങ്ടൺ പോസ്റ്റ് മുതൽ കേരളത്തിലെ മുത്തശ്ശി പത്രങ്ങൾ വരെ അത് റിപ്പോർട്ട് ചെയ്യുന്ന രീതികൾ കാണുമ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു വലിയ സ്കീമില്ലേ, വലിയൊരു ചിന്തയില്ലേ, വലിയൊരു പദ്ധതിയില്ലേ എന്ന് നമ്മൾ സംശയിച്ചു പോകുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ 11 കുക്കികൾ കൊല്ലപ്പെട്ടു എന്ന് വലിയ തോതിൽ വലിയ ഒരു വെണ്ടയ്ക്ക നിരത്തിക്കൊണ്ടാണ് കേരളത്തിലെ ഒരു മുത്തശ്ശി പത്രം പുറത്തിറങ്ങിയത്. 11 കുക്കികൾ കൊല്ലപ്പെട്ടു എന്ന്. പക്ഷേ ആ വാർത്ത വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് CRPFൻ്റെ ക്യാമ്പ് ആക്രമിച്ച 11 കുക്കി ഭീകരരാണ് കൊല്ലപ്പെട്ടത് എന്നാണ്. കശ്മീരിൽ നമ്മൾ അങ്ങനെ പറയാറില്ലല്ലോ. കശ്മീർ വിഘടനവാദികൾ അല്ലെങ്കിൽ തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ പാവപ്പെട്ട കശ്മീരികളെന്ന് തോന്നിപ്പിക്കുന്ന വണ്ണം അവിടുത്തെ നാട്ടുകാർ കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ പറയാറില്ല. ഒരു കലാപ പ്രദേശത്ത് നാട്ടുകാർ കൊല്ലപ്പെടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും എടുത്ത് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ആയുധങ്ങൾ എന്തി CRPF ക്യാമ്പ് ആക്രമിക്കുകയും CRPFുകാർ നടത്തിയ തിരിച്ചടിയിൽ 11 ഭീകരർ കൊല്ലപ്പെടുകയും ചെയ്യുമ്പോൾ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം 11 കുക്കികൾ കൊല്ലപ്പെട്ടു എന്ന് മുത്തശ്ശി പത്രം ഇവിടെ വെണ്ടയ്ക്ക നിരത്തിയത് കഴിഞ്ഞ ദിവസമാണ്. അപ്പോൾ ഇവിടം തൊട്ട് അങ്ങ് വാഷിങ്ടൺ പോസ്റ്റ് വരെ അവർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഭാരതത്തിൽ മണിപ്പൂരിൽ വലിയ തോതിൽ ന്യൂനപക്ഷ പീഡനം നടക്കുന്നു, വലിയ തോതിൽ വംശഹത്യ നടക്കുന്നു എന്നാണ്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ പീഡനം അല്ല, ഇത് വംശഹത്യ പോലുമല്ല. ഇതൊരു വലിയ ഗൂഢപദ്ധതിയുടെ പ്രത്യക്ഷമായ ചില നീക്കങ്ങളുടെ ഭാഗമാണ്. ഇതൊരു കലാപത്തിൻ്റെ തുടക്കമാണ്, ഇതൊരു പദ്ധതിയുടെ തുടക്കമാണ്. നോർത്ത് ഈസ്റ്റിൽ സോ രാജ്യം എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാക്കുക, സോ പീപ്പിൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തെ സൃഷ്ടിച്ചെടുക്കുക. ആ വിഭാഗത്തിൽ അത് കൾച്ചറലായി അല്ലെങ്കിൽ സാംസ്കാരികമായി
ആചാരപരമായി ഒക്കെ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി ഗോത്രങ്ങൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുണ്ട്. അതിൽ പലരും മിസോറാമിൽ ജീവിക്കുന്നുണ്ട്, ചിലരൊക്കെ മണിപ്പൂരിൽ ജീവിക്കുന്നുണ്ട്, കുക്കികൾ അതിൻ്റെ ഭാഗമാണ്, ചിലരൊക്കെ മയാൻമാറിൽ ജീവിക്കുന്നുണ്ട്, ചിലരൊക്കെ ബംഗ്ലാദേശിൽ ജീവിക്കുന്നുണ്ട്. ഇവരെ എല്ലാം ചേർത്തുകൊണ്ട് ഒരു ക്രിസ്ത്യൻ രാജ്യം അവിടെ രൂപീകരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ഷെയ്ഖ് ഹസീന പറഞ്ഞപ്പോൾ ഒരു പക്ഷേ അത് അധികാരം നഷ്ടപ്പെട്ട ഒരാളുടെ ജൽപ്പനമായിട്ടായിരിക്കും പലരും കരുതിയിട്ടുണ്ടാകുക. പക്ഷേ ഇപ്പോൾ നടന്നു വരുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന് അടിവരയിടുന്ന അല്ലെങ്കിൽ ഇതൊക്കെ സത്യമാണ് എന്ന് ഒരിക്കൽ കൂടി നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവ വികാസം കഴിഞ്ഞ സെപ്റ്റംബറിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സെപ്റ്റംബർ 4-ാം തീയതി അമേരിക്കയിലെ മെരിലാൻഡിൽ മിസോറാമിലെ മുഖ്യമന്ത്രി ലാൽഡോ ഹോമ സംസാരിക്കുകയാണ്. അദ്ദേഹം ഒരു മുൻ IPS ഓഫീസറാണ്. അദ്ദേഹം ഇപ്പോൾ മിസോറാമിൻ്റെ ഭാരതത്തിൻ്റെ വളരെ അവിഭാജ്യ ഘടകമായ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹവും പറഞ്ഞു വച്ചത് പീപ്പിൾ എല്ലാവരും ഒരുമിച്ച് വരണം, രാജ്യങ്ങളുടെ അതിർത്തി ഒരു വിഷയമല്ല, അതിർത്തിക്കപ്പുറം നമ്മളെല്ലാവരും ഒരുമിച്ച് വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് അദ്ദേഹം അമേരിക്കയിലെ മെരിലാൻഡിൽ സംസാരിച്ചത്. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ അമേരിക്കയിലേക്കുള്ള എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഞാനിവിടെ എത്തിയതെന്നും കൂടി അദ്ദേഹം പറഞ്ഞു. വിവാദമായപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പതിവ് പോലെ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ പൂർണ്ണമായ അർത്ഥത്തിലല്ല, അതിൽ നിന്ന് ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് ഉപയോഗിച്ചതുകൊണ്ടാണ് വിവാദമായതെന്നൊക്കെ പറഞ്ഞ് വിവാദം തണുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ നെറ്റിൽ കിടപ്പുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട്. ആൾക്കാർ എല്ലാവരും ഒരുമിച്ച് വരണം, നമ്മളുടെ ക്രിസ്ത്യൻ ഫെയ്ത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും ഒരുമിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വച്ചത്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു വലിയ ഗൂഢപദ്ധതി ഇവിടെ അരങ്ങേറുന്നുണ്ട് അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ മാർഗനിർദ്ദേശത്തിൽ എന്നുള്ളത് തന്നെയാണ്. ഖാലിസ്ഥാൻ തീവ്രവാദത്തിനും കശ്മീർ തീവ്രവാദത്തിനും ഒക്കെ ശേഷം ഇനിയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരു വലിയ വിഘടനവാദ പ്രസ്ഥാനം ഉണ്ടാക്കിയെടുക്കാനുള്ള ഇവരുടെ ശ്രമമാണ് നടക്കുന്നത്. ഇങ്ങ് സൗത്ത് ഇന്ത്യയിൽ, ദക്ഷിണ ഭാരതത്തിൽ ഇപ്പോൾ തന്നെ തമിഴ് നാഷണലിസം വലിയ തോതിൽ പൊക്കിക്കൊണ്ടുവരാൻ പുതിയ രാഷ്ട്രീയ പാർട്ടി പോലും രൂപീകരിക്കപ്പെടുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ആരൊക്കെയോ കൃത്യമായി ചരട് വലിക്കുന്നുണ്ട്, ആരൊക്കെയോ കൃത്യമായി അവരുടെ പദ്ധതികൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഡീപ്പ് സ്റ്റേറ്റിനെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചും ഈ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ സംവിധാനം, ഈ പാരലൽ സംവിധാനം തൻ്റെ ഭരണ ചക്രത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന സ്വാധീനം ഇല്ലാതാക്കാനുമായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി. അല്ലാതെ അമേരിക്കയ്ക്ക് പുറത്ത് ഈ പറയുന്ന ആൾക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് വലിയ താല്പര്യം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും രാജ്യത്ത് പുതിയ വിഘടനവാദം ഉണ്ടാകുന്നതിനെതിരെ, രാജ്യത്തെ വിഭജിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനെതിരെ നമ്മൾ തന്നെയാണ് ജാഗരൂകരാകേണ്ടത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ സ്പഷ്ടമായിട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, ഭാരതത്തെ കഷ്ണം കഷ്ണമായി മുറിക്കാനുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട് എന്ന്. ഗ്രാമങ്ങളുടെയും സംസ്ഥാനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ, പ്രദേശങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തെ വിഭജിക്കാൻ വലിയ തോതിൽ ശ്രമം നടക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിലും ഈ മിസോറാം മുഖ്യമന്ത്രിയുടെ പ്രസംഗം മുതൽ ഷെയ്ഖ് ഹസീനയുടെ പ്രസ്താവന വരെയുള്ള വിഷയങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. എന്തായാലും ഈ കാര്യത്തിൽ ഒരു വലിയ ബോധവൽക്കരണം ആവശ്യമാണ്. ക്രിസ്ത്യൻ സമൂഹം ഏറ്റവും സമാധാനപരമായി രാജ്യത്ത് ജീവിക്കുന്ന ഒരു സമൂഹമാണ്. അവർക്ക് അവരുടേതായ മതവിശ്വാസങ്ങളും മതരീതികളും ഒക്കെ ഉണ്ട്. അവരെ സംബന്ധിച്ച് മതപരിവർത്തനത്തെ സംബന്ധിച്ച് ചില വിവാദങ്ങളുമുണ്ട്. പക്ഷേ അതിനപ്പുറം രാജ്യത്തിനെതിരെ, രാജ്യത്ത് വിഘടനവാദം ഉണ്ടാക്കാനൊന്നും ഒരു തരത്തിലും ക്രിസ്ത്യൻ സമൂഹം രാജ്യത്ത് ശ്രമിച്ചിട്ടില്ല. ഇത് അവരെ കൂടി കഷ്ടത്തിലാക്കുന്ന, അവരെ കൂടി വലിയ തോതിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ വടക്കുകിഴക്കൻ സംസ്ഥാനത്ത് അമേരിക്കയിലെ ചില ഗൂഢശക്തികൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞു എന്ന് മാത്രം. നമസ്കാരം.